ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കൂർക്ക വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ കൂർക്കയുടെ തോരനാണ് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സാധാരണ രീതിയിൽ കൂർക്ക തോരൻ വെക്കുന്നത് നമ്മൾ പച്ചമുളകൊക്കെ ചേർത്തൊന്ന് ഒതുക്കിയിട്ട് ആഡ് ചെയ്തിട്ടൊക്കെയാണ്. അപ്പം നമ്മളിത് അങ്ങനെയല്ല, അതിനേക്കാളൊക്കെ കുറച്ചുകൂടി എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 250 ഗ്രാം കൂർക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് തൊലിയൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് കുക്കറിൽ ജസ്റ്റ് ഒരു വിസിലിനൊന്നിങ്ങനെ വേവിച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. കൂർക്ക നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാലും വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ, കാരണം എല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ കളർ മാറും. അപ്പോൾ ഇത് തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടും ചെറുതായിട്ട് വെള്ളം തട്ടാത്ത ആ ഭാഗത്തൊക്കെ ഉള്ള ചെറുതായിട്ടൊന്നിങ്ങനെ കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, പെട്ടെന്ന് തന്നെ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക. നമ്മൾ ആവശ്യമുള്ള സമയത്തൊന്നിങ്ങനെ ഊറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരുപാട് വേണ്ട, ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ടിട്ടൊന്ന് പൊട്ടിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പം നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കുക, കഴിയുന്നതും അത് തന്നെ ഉപയോഗിക്കുക, കാരണം അതാണ് കൂടുതലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ആ ഒരു എണ്ണയിൽ മൂക്കുന്ന സമയത്ത് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റൊക്കെയാണ് നമ്മളെ തോരന്. അപ്പോൾ വെളുത്തുള്ളി ഇപ്പോൾ കുറച്ച് അധികം ഒന്ന് മൂത്തിട്ടുണ്ട്, അപ്പോൾ ഇത്രയും മൂക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ നമുക്ക് എത്രയാണോ എരിവ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചൊരു 4-5 പച്ചമുളക് ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു 2-3 വറ്റൽ മുളക്, പിന്നെ അതുപോലെ കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത്രയും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്നിങ്ങനെ വഴറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പച്ചമുളകൊക്കെ നന്നായിട്ടൊന്നിങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു സവാള ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെറിയുള്ളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, ചെറിയുള്ളി ആകുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സവാള ഒരുപാടങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് വഴന്ന് വന്നാൽ മതി. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ മൂപ്പിച്ചെടുക്കണം. ആ ഒരു എണ്ണയിൽ കിടന്ന് ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് അതിൻ്റെ ആ ഒരു കുത്തലൊക്കെ ഒന്നിങ്ങനെ മാറി കിട്ടണം. അപ്പോൾ ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കൂർക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ വെള്ളം ഒഴിവാക്കിയിട്ട് നമ്മൾ ആ കൂർക്ക മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്, ആ ഒരു മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് എത്താനായിട്ട്. ഇനി നമുക്കിത് ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ തീരെ വേവിക്കാത്ത കൂർക്കയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു കുക്കറിൽ ഒരു വിസിലിന് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, അടച്ച് വെച്ച് വേവിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ സിമ്മിലാക്കിയിട്ടൊന്നിങ്ങനെ ഫ്ലെയിം ഒന്ന് സിമ്മാക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കുറച്ചൊരു വെള്ളം അങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ അങ്ങനെ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ നോക്കിയത് കുക്കായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ കുക്കായിട്ടില്ല, കുറച്ചും കൂടെ സമയം കുക്കാവാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രം ഒന്നിങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരുപാടല്ല, കുറച്ച് മാത്രം ഒന്ന് വെള്ളം ചേർത്തിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുകയാണ്. അങ്ങനെ നമ്മളൊരു കുറച്ച് സമയം, ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ വെച്ച് കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഏകദേശം നമ്മളെ കൂർക്ക ഒന്നിങ്ങനെ കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഒരു 1/4 ഭാഗമൊക്കെ ഇങ്ങനെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ഉപ്പ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുക്കായോ വായിലിട്ട് നോക്കിയ സമയത്ത് എരിവ് അധികം തോന്നുന്നില്ല കേട്ടോ. പച്ചമുളക് തീരെ എരിവില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊരു കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുരുമുളക് പൊടിയും കൂടെ ഒക്കെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് നോക്കാൻ കേട്ടോ. ഉപ്പും എരിവൊക്കെ നന്നായിട്ടൊന്ന് നോക്കിയപ്പം നല്ല കൂർക്ക നല്ല സെറ്റായിട്ടുണ്ട്. ആ ഒരു എരിവും കുരുമുളക് പൊടിയുടെ ടേസ്റ്റൊക്കെ നല്ലൊരു ടേസ്റ്റ് തന്നെയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുരുമുളക് പൊടി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് തേങ്ങ ചിരവിയതാണ്. ഒരു ചെറിയ തേങ്ങയുടെ ഒരു 1/2 മുറി തേങ്ങ ചിരവിയെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ നേരിട്ട് ചേർക്കാതെ ഒതുക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ചമുളകും ജീരകവും ഒക്കെ ചേർത്ത് ഒതുക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റായിട്ട് തോന്നുന്നത് ഇങ്ങനെ നേരിട്ട് ചേർത്ത് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടൈമൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും, നല്ലൊരു ടേസ്റ്റും ഉണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്നിങ്ങനെ അടച്ചു വെച്ച് വേവിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ആ ഒരു തേങ്ങയിൽ നിന്നൊക്കെ കുറച്ചിങ്ങനെ വെള്ളം വന്നിട്ട് നമ്മൾ ആ ഒരു തോരൻ നല്ലൊരു സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഒരു വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള കൂർക്കയുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു തോരനാണ്. അപ്പോൾ ഇനിയിപ്പോൾ കറിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു തോരൻ മാത്രം മതി കേട്ടോ. ചോറൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമാണ് കൂർക്ക. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ കൂർക്കൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലൊക്കെ ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.